ഇവിടെ ഈ കേരളത്തിലുണ്ടായ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് കുട്ടികൾക്ക് നേരെയാണ്, വിദ്യാർത്ഥികൾക്ക് നേരെയാണ്, യുവാക്കൾക്ക് നേരെയാണ് ഇവിടെ കേസെടുത്തത്. BJP ഗവൺമെന്റിന് പുറമെ കേസെടുത്ത ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. ആയിരക്കണക്കിന് കുട്ടികളെ പ്രതികളാക്കി. ഇപ്പോഴും ആ കേസ് പിൻവലിച്ചു കഴിഞ്ഞിട്ടില്ല. അന്ന് കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിൽ ഒരു SFI പ്രവർത്തകനെ ദൂരെ വളഞ്ഞു വെച്ച് പിടിച്ചു, അവനെ ജയിലിലാക്കി. എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു മടിയുമില്ലാത്തൊരു പോലീസ് എങ്ങനെയാണ് ഇത്ര വേഗം 10 കൊല്ലത്തിന് ശേഷം മാറിയത്? എന്ന അടിസ്ഥാനത്തിലാണ്? വളരെ വ്യക്തമാണ്, നയമാണ്, തെറ്റായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. നന്നായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് ഗവൺമെന്റ് മാറിയ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ചില ആളുകളെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അവരുടെ ഊഴത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന അവസ്ഥയാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, പോലീസ് സംവിധാനവും ഭരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ യുഡിഎഫിന് നയമില്ലാണ് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നേരെ ശക്തിയായ കടന്നാക്രമണമാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് ഈ കടന്നാക്രമണം നടത്തുമ്പോൾ എല്ലാ ഭാഗവും പോലെയല്ല. നിങ്ങൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട കേസിൽ പ്രതിയായി ഒരു കേസൊന്നുമല്ല, 19 കേസ് ജയിലിൽ കിടക്കാൻ കാപ്പ കേസിന്റെ ഭാഗമായിട്ട്. കൌൺസിലറാണ് തിരുവനന്തപുരത്ത്. ആ കൌൺസിലറെ രക്ഷിക്കാൻ കാപ്പ കേസിന്റെ ഭാഗമായിട്ട് തൃശൂരിൽ കിടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇല്ല, സമാസമാണ്. ഒരു ഗവൺമെന്റിന്റെ പിന്തുണയാണ് അവർക്ക് ഇടയ്ക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിലെ BJP കൌൺസിലറാണ് ജയിലിൽ കിടക്കുന്ന കാപ്പ പ്രതി. ആ പ്രതിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടിയാണ്. സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ജയിലിൽ കിടക്കുന്ന സമയം ലീവായി കിട്ടാൻ യാതൊരു നിയമോപദേശമില്ലാതെ തന്നെ ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും വളരെ ഉന്നതത്തിൽ നിന്ന് ഇടപെട്ട് തെറ്റായ രീതിയിൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഡീഷണൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ഇത് അഡീഷണൽ സെക്രട്ടറിയാണോ തീരുമാനിക്കുന്നത്? അവരുടെ മുമ്പിലേക്ക് എങ്ങനെയാണ് ഈ ഫയൽ വരുന്നത്? റവന്യൂ കാണാതെ ഈ ഫയൽ വരുമോ? മുഖ്യമന്ത്രി അറിയാതെ ഈ ഫയൽ വരുമോ? അത് ഗുരുതരമായ ക്രമക്കേടാണ് എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഏത് വിരുദ്ധമായ രീതിയിലാണ് ആ അപേക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ തയ്യാറാക്കപ്പെട്ടത് എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അന്നേ വ്യക്തമാക്കി, ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഏതെങ്കിലും ഒരു അഡീഷണൽ സെക്രട്ടറിയെ പണിചാരി രക്ഷപ്പെടാനാവുന്നതല്ല. ഇതിന് പിന്നിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂ വകുപ്പുണ്ട്, ഗവൺമെന്റുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഈ 3 മന്ത്രിമാരും ചേർന്നാണ്, മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സൗകര്യം കിട്ടിയത് എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാപ്പ കേസിലെ പ്രതിയെ സംരക്ഷിച്ച് അവരുടെ കൌൺസിലർ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഇടപെടൽ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് യാതൊരു കുറ്റവും ചെയ്യാത്ത സിയാദിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ കേസിലും 2 ദിവസം കഴിയുമ്പോൾ അവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞു. കുറ്റവാളികളല്ല. കൂടുതൽ ആ ചെറുപ്പക്കാരൻ പാവപ്പെട്ട ഹൃദ്രോഗിയായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയുള്ള 20 വയസ്സുകാരൻ കുറ്റവാളിയല്ല. അത് തെറ്റായ ഒരു ആക്ഷേപമായിരുന്നു, തെറ്റായ പരാതിയായിരുന്നു എന്ന് തെളിയിച്ചു. അതിനുശേഷം അവരെല്ലാം വിട്ടയക്കുമ്പോഴേക്ക് എന്താ സ്ഥിതി? ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അമ്മ പറയുന്ന ഒരു ഭാഗമുണ്ട്. അമ്മ പറയാണ്, ഞാൻ എന്റെ മോനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ എന്റെ മോൻ പറയാണ്, അമ്മയെ തുടരരുത്. ശരീരമാകെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇഞ്ചിഞ്ചായി
ചതച്ചതാണ്. തൊടാൻ പറ്റില്ല, ശരീരം തൊടാൻ പാടില്ല. അമ്മയോട്, സ്വന്തം അമ്മയോട് വാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് ഒപ്പം ചേർത്ത് പിടിക്കുന്ന അമ്മയോടാണ് കുട്ടി പറയുന്നത്, ആ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്നെ തുടരുന്നു. അതുപോലെ ശരീരം മുഴുവൻ ആസകലം ഇഞ്ചിഞ്ചായി പൂർണ്ണമായ അർത്ഥത്തിൽ ചതച്ചിരിക്കുകയാണ്. സിയാദിന്റെ കാര്യത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. സിയാദിന്റെ പേരിലെ കേസെന്തായിരുന്നു? ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തവരാണ് ഇന്നത്തെ പറഞ്ഞ് ആ ജീപ്പിലുണ്ടായിരുന്നത്. അവസാനം അവർ തന്നെ പറഞ്ഞു, ഞാൻ ഈ സിയാദിനെ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടു. ലോക്കപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ച് മൃഗീയമായിട്ട് മർദ്ദിച്ചു. അവസാന നിലയിലാണ് ഉണ്ടായിരുന്നത്. ആ പരാതിക്കാർ തന്നെ പറഞ്ഞു, എനിക്ക് പരാതിയില്ല. രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാകുമ്പോഴേക്ക് ആ കുട്ടി തിരിച്ചു വന്നു. സിയാദുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. സിയാദിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല, എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നില്ല. അത് ഇവിടെ മാത്രമല്ല, മുമ്പുണ്ടായിട്ടില്ല. ഒരു ഡ്രൈവറാണ്, സാധാരണ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി. ആ തൊഴിലാളിയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പരാതിയും അവശേഷിക്കുന്നില്ല എന്ന രീതിയിൽ ആ കുട്ടി തന്നെ തിരിച്ചു വന്ന പശ്ചാത്തലത്തിൽ ആ കേസ് തന്നെ ഒഴിവാക്കപ്പെട്ടെങ്കിലും അതിന്റെ പെനാൽറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സിയാദിന്റെ മരണമായിരുന്നു. ഈ മരണത്തിന് ആരാ ഉത്തരവാദി? ഈ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്തണ്ടേ? അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? പ്രഥമദൃഷ്ട്യാ കേസുണ്ട് എന്ന് പോലീസ് തെളിയിച്ചിരിക്കുന്നു. ആ തെളിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഷൻ. അപ്പോൾ പ്രഥമദൃഷ്ട്യാ കേസുണ്ട്. ഇനി ആ കേസിന്റെ ഭാഗമായിട്ട് ആരൊക്കെ, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്, ആരൊക്കെയാണ് മർദ്ദിച്ചത്? ആ SI ഇപ്പോഴും യഥാർത്ഥത്തിൽ സസ്പെൻഷന്റെ ഭാഗമായിട്ടില്ല. അതൊന്നും